നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. ആഗോള കത്തോലിക്ക സഭയുടെ നാഥനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. വിയോഗ വാർത്ത വത്തിക്കാൻ വീഡിയോയിലൂടെയാണ് പുറത്തുവിട്ടത്. 88 വയസ്സായിരുന്നു. പ്രാദേശിക സമയം 7:35 അന്ത്യം സംഭവിക്കുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ബെനഡിക്ട് 16 മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ 2013 മാർച്ചിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസ് ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. കത്തോലിക്ക സഭയുടെ 246 മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേരും സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം. സാധാരണ ഞായറാഴ്ചകളിലാണ് മാർപ്പാപ്പ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യം വന്നപ്പോൾ അതിലും ഉണ്ടായി മാറ്റങ്ങൾ. ചൊവ്വാഴ്ചയാണ് സ്ഥാനാരോഹണം നടന്നത്. ആഗോള സഭ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിന്റെ മരണത്തിരുന്നാൾ കണക്കിലെടുത്തായിരുന്നു ഈ മാറ്റം. ഇറ്റാലിയൻ റെയിൽവേ ജീവനക്കാരന്റെ 5 മക്കളിൽ ഒരാളെ 1936 ഡിസംബർ മാസം 17 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് മാർപ്പാപ്പ ജനിച്ചത്. 1973 ജൂലൈ 31 അർജന്റീനയിലെ ജസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 മാർച്ചിൽ ജർമ്മനിയിലെത്തി PhD പഠനം പൂർത്തിയാക്കി. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ ഖറോസീനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയോ ബിഷപ്പാക്കുവാൻ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ തീരുമാനിച്ചു. 1992 മെയ് 20 സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബെർഗോളിയോ മെയ് 27 ബിഷപ്പായി സ്ഥാനാരോഹിതനായി. തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ സഹായ മെത്രാൻ, ഔക്കാ രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകൾ വഹിച്ചു. വ്യക്തിപരമായ ആഘോഷങ്ങളോട് ആഭിമുഖ്യമില്ലാത്ത മാർപ്പാപ്പ തന്റെ പൂർവികരുടേതിൽ നിന്ന് കൂടുതൽ ലളിതമായ ജീവിതം നയിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു. കർദിനാൾ സ്ഥാന സമയത്തെ രീതികൾ തന്നെയാണ് ഇവിടെ മാർപ്പാപ്പ ആയതിനു ശേഷവും അദ്ദേഹം തുടർന്നത്. മാർപ്പാപ്പയായ ശേഷവും ലാളിത്യം എന്ന മുദ്ര കൈവിടാതെ വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കുകയായിരുന്നു അദ്ദേഹം.